കശ്മീരിൽ ചടുല നീക്കങ്ങൾ ഇന്ത്യ നടത്തുകയാണ്. പാകിസ്ഥാന്റെ അഹങ്കാരത്തിന് തീവ്രവാദത്തിന്റെ വേരുകൾ ഇന്ത്യ അറുത്തുമാറ്റുകയാണ്. ഇപ്പോഴത്തെ തീവ്രവാദികളുടെ കുടുംബാംഗങ്ങൾക്കും കല്ലേറ് നടത്തുന്നവർക്കും ജമ്മു കശ്മീരിൽ സർക്കാർ ജോലി ലഭിക്കില്ല എന്ന് അമിത്ഷാ പറഞ്ഞു കഴിഞ്ഞു. മോദി സർക്കാർ തീവ്രവാദികളെ ലക്ഷ്യം വെക്കുക മാത്രമല്ല, ഭീകര ആവാസ വ്യവസ്ഥയെ ഇല്ലാതാക്കുകയും ചെയ്തു. ഇത് രാജ്യത്ത് തീവ്രവാദ സംഭവങ്ങളിൽ ഗണ്യമായ കുറവുണ്ടാക്കിയതായും അമിത്ഷാ പറയുന്നുണ്ട്. കശ്മീരിൽ ആരെങ്കിലും ഒരു തീവ്രവാദ സംഘടനയിൽ ചേരുകയാണെങ്കിൽ അവരുടെ കുടുംബാംഗങ്ങൾക്ക് സർക്കാർ ജോലി ലഭിക്കില്ല എന്ന് ഇന്ത്യ കട്ടായം പറയുകയാണ്. അതേപോലെ ആരെങ്കിലും കല്ലേറിൽ ഏർപ്പെട്ടാൽ അയാളുടെ കുടുംബാംഗങ്ങൾക്കും സർക്കാർ ജോലി ലഭിക്കില്ല എന്നും അമിത്ഷാ പറയുന്നുണ്ട്. തീരുമാനത്തിനെതിരെ ചില മനുഷ്യാവകാശ പ്രവർത്തകർ സുപ്രീം കോടതിയെ സമീപിച്ചെങ്കിലും അവസാനം സർക്കാർ വിജയിച്ചുവെന്നും അദ്ദേഹം പറഞ്ഞു. എന്നിരുന്നാലും ഒരു കുടുംബത്തിൽ നിന്ന് ആരെങ്കിലും മുന്നോട്ട് വന്ന് തന്റെ അടുത്ത ബന്ധു തീവ്രവാദ സംഘടനയിൽ ചേർന്നതായി അധികാരികളെ അറിയിച്ചാൽ സർക്കാർ ചില നീക്കുപോക്കുകൾ നടത്തുമെന്നും അദ്ദേഹം പറയുന്നുണ്ട്. അത്തരം കുടുംബങ്ങൾക്ക് ആശ്വാസം നൽകുമെന്നും കൂട്ടിച്ചേർത്തു. സർക്കാർ ഭീകരരെ ലക്ഷ്യം വെക്കുക മാത്രമല്ല, ഭീകര ആവാസ വ്യവസ്ഥയെ ഇല്ലാതാക്കുകയും ചെയ്തതിനാൽ ജമ്മു കശ്മീരിൽ ഭീകരാക്രമണങ്ങൾ ഗണ്യമായി കുറഞ്ഞിട്ടുണ്ട് എന്നും ആഭ്യന്തരമന്ത്രി പറയുന്നുണ്ട്. നാഷണൽ ഇൻവെസ്റ്റിഗേഷൻ ഏജൻസി മുഖേന ഇന്ത്യ തീവ്രവാദ ഫണ്ടിങ്ങിനെതിരെ ശക്തമായ നടപടി സ്വീകരിക്കുകയും അതിന് കാര്യമായ തടയിടുകയും ചെയ്തിട്ടുണ്ട്. തീവ്രവാദ ഫണ്ടിങ്ങിൽ ഇന്ത്യ വളരെ കർശനമായ നിലപാടാണ് സ്വീകരിച്ചിരിക്കുന്നത്. നിരോധിത സംഘടനകൾക്കും അതേപോലെ തന്നെ തീവ്രവാദപരമായ കാര്യങ്ങൾ പ്രസിദ്ധീകരിക്കുന്നതിനും പ്രചരിപ്പിക്കുന്നതിനും സർക്കാർ ശക്തമായ നീക്കങ്ങളാണ് എടുത്തിട്ടുള്ളത്. ഖലിസ്ഥാൻ അനുകൂല വിഘടനവാദി എന്ന് ആരോപിക്കപ്പെടുന്ന അമൃത്പാൽ സിംഗിന്റെ കാര്യത്തിൽ NSA അതായത് ദേശീയ സുരക്ഷാ നിയമപ്രകാരം ജയിലിൽ അടച്ചിരിക്കുന്നുവെന്നും അമിത്ഷാ പറയുന്നുണ്ട്. കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന്റെ കണക്കുകൾ പ്രകാരം 2018 ജമ്മു കശ്മീരിൽ 228 ഭീകരാക്രമണങ്ങൾ ഉണ്ടായി. 2023 അത് 50 കുറഞ്ഞു. 2018 സുരക്ഷാ സേനയും ഭീകരരും തമ്മിൽ 189 ഏറ്റുമുട്ടലുകൾ ഉണ്ടായെങ്കിൽ 2023 അത് 40 കുറഞ്ഞു. 2018 55 സാധാരണക്കാർ വിവിധ ഭീകര സംഭവങ്ങൾ കാരണം കൊല്ലപ്പെട്ടു. 2023 ഇത് 5 കുറഞ്ഞിട്ടുണ്ട്. 2018 ജമ്മു കശ്മീരിലെ ഭീകരാക്രമണത്തിൽ 91 സുരക്ഷാ ഉദ്യോഗസ്ഥർ കൊല്ലപ്പെട്ടു. 2023 ഇത് 15 കുറഞ്ഞു. അപ്പോൾ കശ്മീരിനെ സുവർണപാതയിലേക്ക് ഇന്ത്യ നയിക്കുന്നത് ഇത്തരത്തിൽ പാകിസ്ഥാന് സഹിക്കാൻ കഴിയാത്ത കാര്യം തന്നെയാണ്. ജമ്മു കശ്മീരിൽ പ്രവർത്തിക്കുന്ന മുജാഹിദീൻ തീവ്രവാദികൾക്ക് പാകിസ്ഥാൻ രഹസ്യാന്വേഷണ ഏജൻസികൾ പിന്തുണയും ആയുധവും പരിശീലനവും നൽകുന്നുണ്ട്. അതേപോലെ തന്നെ മതഭ്രാന്ത് വളർത്താനും പാകിസ്ഥാൻ വലിയ ശ്രമങ്ങളാണ് നടത്തുന്നത്. നിരവധി മതനേതാക്കൾ മതയുദ്ധത്തിൽ ആളുകളെ ചേരാൻ പരസ്യമായി ആഹ്വാനം ചെയ്യുന്നുമുണ്ട്. ജമ്മു കശ്മീരിന്റെ അതിർത്തികൾ നോക്കുകയാണെങ്കിൽ പ്രാഥമികമായി പരിഹരിക്കപ്പെടാത്ത പ്രാദേശിക തർക്കങ്ങൾ കാരണം പാകിസ്ഥാനിൽ പരിശീലനം നേടിയ ശേഷം തീവ്രവാദികളെ മേഖലയിലേക്ക് പ്രവേശിക്കാൻ അനായാസം അനുവദിക്കുന്നുണ്ട്. എന്തായാലും ഭീകരവാദികളെ വെച്ചുപൊറുപ്പിക്കില്ല, അത് ഇന്ത്യയുടെ ശപഥം തന്നെയാണ്. എപ്പോഴത്തെയും വാദവും അതുതന്നെയാണ്. കശ്മീരിൽ അശാന്തി പടർത്താൻ പാകിസ്ഥാനെ ഇന്ത്യ അനുവദിക്കുകയില്ല എന്ന പ്രതിജ്ഞയിൽ തന്നെയാണ് രാജ്യം.